CPM-ന്റെയും UDF-ന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിന് സാധ്യതകൾ അടഞ്ഞതോടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഒറ്റകക്ഷിയായ BJP ഭരിക്കും. നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് BJP-യുടെ അഡ്വക്കേറ്റ് PL ബാബുവും വൈസ് ചെയർപേഴ്സണായി രാധിക വർമ്മയും മത്സരിക്കും. വ്യക്തമായ ഭൂരിപക്ഷമില്ല എങ്കിലും CPM ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകും മിഥുൻ അയ്യപ്പൻ. മിഥുൻ, ഗുഡ് മോർണിംഗ്. തൃപ്പൂണിത്തുറയിൽ അങ്ങനെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP എത്തിയിരിക്കുകയാണ്. അവിടെ ആരൊക്കെയാണ് താരമാകാൻ പോകുന്നത് മിഥുൻ? ഗുഡ് മോർണിംഗ്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. വലിയ പാരമ്പര്യമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തോളം കേരളത്തിൻ്റെ പല മുന്നേറ്റങ്ങൾക്കും വേദിയായിട്ടുള്ള മണ്ണാണ്. അതിൽ പലതിനും തുടക്കം കുറിച്ച മണ്ണാണ് തൃപ്പൂണിത്തുറ. അവിടെ ആദ്യമായി നേരത്തെ ഒരു കോൺഗ്രസ് സർക്കാർ ഇതിനു മുമ്പ് ഭരണസമിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നീണ്ട വർഷങ്ങൾ മുഴുവൻ CPM-ന്റെ അപ്രമാദിത്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ അപ്രമാദിത്വത്തിന് അവസാനം കുറിച്ചിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ തകർക്കാൻ പറ്റാത്ത കോട്ടകളൊന്നുമില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. അത് യാഥാർത്ഥ്യമാക്കിയ ഒരിടം കൂടിയാണ് തൃപ്പൂണിത്തുറ. അവിടെ പക്ഷേ നമുക്കറിയാം 21, 20, 12, അതായത് 21 BJP-യും 20 CPM-ഉം 12 UDF-ഉം എന്നുള്ള നിലയ്ക്കാണ് അവിടുത്തെ ഒരു നിലവിലുള്ള ആ ഒരു നില, വാർഡിൽ ജയിച്ചവരുടെ വില. പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള BJP തന്നെ തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുമെന്നുള്ളത് ഏതാണ്ട് തീർച്ചയായിരിക്കുന്നു. മറ്റ് ചരടുവലികളൊന്നും തന്നെ നടന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർ CPM-ഉമായി കോൺഗ്രസുമായോ അല്ലെങ്കിൽ പരസ്പരം അവർ തമ്മിലൊരു കൂട്ടുകെട്ട് വരില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ നമുക്കറിയാം, പലപ്പോഴും പലയിടങ്ങളിലായി അത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ അത്തരം നീക്കങ്ങൾ രാഷ്ട്രീയമായി അവർക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടാകാം. എന്തായാലും BJP നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ, അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് PL ബാബുവിനെയാണ് BJP-യുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എങ്ങനെയാണ് അവിടുത്തെ ഇന്നത്തെ ഒരു വോട്ടെടുപ്പ്? കാരണം കുറച്ചുകൂടി ക്രൂഷ്യലാണ്. കാരണം ചെറിയ വോട്ടുകൾ പോലും ഈവൻ അസാധുവായാൽ പോലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു ഇടമാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ കൗൺസിലർമാർക്കും വ്യക്തമായിട്ടുള്ള ഒരു പരിശീലനം നൽകിയിട്ടുണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ. അതിൽ ഇന്നലെ സംസ്ഥാന ഉപാധ്യക്ഷന്മാർ ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അവലോകനവും എന്തായിരിക്കണം കൗൺസിലിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചർച്ച നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് അവിടെ നടപടികൾ മുന്നോട്ട് പോവുക. ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയുള്ള ഒരു മാതൃക നമുക്കറിയാം. ഉത്തരേന്ത്യയിലെല്ലാം തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം ഇവിടെയും നടന്നു എന്നുള്ളത് ഇതിനു മുമ്പ് പല വാർത്തകളിലൂടെ എല്ലാം ഉണ്ടായിരുന്നു. തരം സാധ്യതകൾ അവർ ആരാഞ്ഞിരുന്നു. പക്ഷേ ആ സാധ്യതകൾ ഇല്ലാതെയാക്കാൻ സാധിച്ചു. ഒരു വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്തരം സാധ്യതകളൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് ഇവിടെ നിന്ന് പല സീറ്റുകളിലും ഒരു നീക്കുപോക്കുകൾ അവരുണ്ടായിരുന്നു എന്നുള്ളത്. അത്തരം നീക്കുപോക്കുകളെ ഒരു പക്ഷേ ഒരു പരിധിവരെ തടയാൻ സാധിച്ചത് കൊണ്ട് കൂടിയല്ലേ ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധിച്ചത്? തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ജനങ്ങൾ വളരെയധികം വെറുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം അധികാര ഭ്രാന്ത്, അതുകൂടാതെ വികസന മുരടിപ്പ്, അഴിമതി, ഇതെല്ലാം കെടുകാര്യസ്ഥത, ഇതെല്ലാം നിറഞ്ഞൊരു ഭരണമായിരുന്നു കഴിഞ്ഞ 45 വർഷമായിട്ട് തൃപ്പൂണിത്തുറയിൽ നടന്നിരുന്നത്. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള വികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്ന് പോലും ഈ ഭരണസമിതിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു വികാരമുണ്ടായിരുന്നു. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ സ്ഥിരമായിട്ട് നടക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന ക്രോസ് വോട്ടിംഗ് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു പോയ 11-ലധികം സ്ഥാനാർത്ഥികൾ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതാണ് ഞങ്ങളുടെ വിജയത്തെ കുറച്ചൊക്കെ തടഞ്ഞു വയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. പക്ഷേ ഈ ജനവിധി കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കില്ല, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാധിക്കില്ല. സ്വാഭാവികമായിട്ടും അവർ ഈ ജനവിധി അംഗീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ തന്നെ ഇവിടുത്തെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്ത്രീശക്തി സംഗമത്തിൽ സുരേഷ് ഗോപി MP, കേന്ദ്രമന്ത്രി, അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, തൃപ്പൂണിത്തുറയ്ക്ക് മറ്റ് നഗരങ്ങളിലേക്കാൾ
കൂടുതൽ കടമകൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ എന്ന് അദ്ദേഹം, അത് നമ്മുടെ ഈ ചരിത്രവും എല്ലാം തന്നെ നമ്മുടെ പൈതൃകവും എല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. എങ്ങനെയാണ് നമ്മുടെ ഒരു പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ എത്തരത്തിലുള്ള സമീപനമായിരിക്കും ആ ഒരു കാര്യങ്ങളിൽ അടക്കമുണ്ടാവുക? എല്ലാ നഗരങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ മറ്റു നഗരങ്ങളെക്കാൾ കുറച്ച് വ്യത്യസ്തമാണ് തൃപ്പൂണിത്തുറയുടെ അവസ്ഥ. കാരണം തൃപ്പൂണിത്തുറയിലെ ഏറ്റവും പൈതൃകം ഉള്ളൊരു നഗരമാണ് തൃപ്പൂണിത്തുറ. സ്വാഭാവികമായിട്ടും ആ പൈതൃകം നിലനിർത്താനുള്ള വലിയൊരു പരിശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇത്രയും വർഷത്തെ CPM ഭരണം മൂലം കുറച്ചെല്ലാം പൈതൃക മൂല്യങ്ങൾ ഇവിടെ തകർന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം തിരിച്ചു പിടിക്കാനും തൃപ്പൂണിത്തുറയുടെ തനിമ നിലനിർത്തുക എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഈ വലിയ പൈതൃക നഗരങ്ങളെപ്പോലെ തൃപ്പൂണിത്തുറയും വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിലുണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഏറ്റവും അധികം കലാകാരന്മാരെക്കാളും ഏറ്റവും കൂടുതൽ കലാസ്വാദകരുള്ള ഒരു നാടാണ് തൃപ്പൂണിത്തുറ. ഇവിടുത്തെ ഉത്സവങ്ങളും അതുപോലെ തന്നെ അത്തച്ചമയവും എല്ലാം ഇതിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറയുടെ സംസ്കാരം, പൈതൃകം, ചരിത്രം, പിന്നെ ഈ കലയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മനോഭാവം, ഇതിനെല്ലാം അനുകൂലമായിട്ട് നിന്നുകൊണ്ടായിരിക്കും തൃപ്പൂണിത്തുറയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം നടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. തൃപ്പൂണിത്തുറയ്ക്ക് ഇപ്പോൾ വലിയ റോഡുകൾ തൃപ്പൂണിത്തുറയിലില്ല. കാരണം പഴയ രാജകാലത്തുണ്ടായിരുന്ന അതേ റോഡുകളാണ്, അത്രയും വീതിയുള്ള റോഡുകളാണ് തൃപ്പൂണിത്തുറയിൽ ഇപ്പോഴും അവശേഷിക്കുന്നത്. അപ്പോൾ ഒരു ട്രാഫിക്കിൻ്റെ വലിയൊരു പ്രശ്നം തൃപ്പൂണിത്തുറയിൽ അവശേഷിക്കുന്നുണ്ട്. അതിന് ഈ ട്രാഫിക് ബൈപ്പാസ് ചെയ്ത് പോകുന്ന തരത്തിൽ റോഡുകൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള പല പ്രോജക്റ്റുകളും തൃപ്പൂണിത്തുറയിൽ വളരെ വർഷങ്ങളായിട്ട് അന്തരീക്ഷത്തിലുണ്ടെങ്കിലും അതൊന്നും ഇതിൽ നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അത് നടപ്പാക്കേണ്ടത്. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും വലിയ പരിശ്രമം ഈ റോഡുകളുടെ വികസനത്തിലുണ്ടാവും. അതുകൂടാതെ തന്നെ ഇവിടെ മാലിന്യ നീക്കം, അത് തൃപ്പൂണിത്തുറയിൽ വലിയൊരു പ്രശ്നമാണ്. കാരണം ഇതുവരെ തൃപ്പൂണിത്തുറ നഗരത്തിൽ ഒരു MCF സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു MCF സ്ഥാപിച്ചാലുള്ള പ്രയോജനം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വേർതിരിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് 1.5 കോടിയോളം രൂപ നമ്മുടെ മുനിസിപ്പാലിറ്റി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തുകൊണ്ടാണ് ഈ മാലിന്യ നീക്കം നടത്തുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം ഒരൊറ്റ സീറ്റിൻ്റെ അല്ലെങ്കിൽ ഒറ്റ വാർഡിൻ്റെ ഭൂരിപക്ഷം മാത്രമേ BJPക്ക് ഉള്ളൂ. ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇപ്പുറത്തുണ്ട് 20. അത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ അടക്കം ആ രീതിയിലേക്ക് പോകുന്നു. മാത്രമല്ല ഈ പദ്ധതി നിർവഹണങ്ങളടക്കം തന്നെ വരുമ്പോൾ അതൊക്കെ എങ്ങനെ മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യാവകാശങ്ങളുണ്ട്, പ്രതിപക്ഷത്തിനും അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ശബ്ദവും വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരുത്തുറ്റ ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റു കാര്യങ്ങളിലൊന്നും ഇതുവരെ ആരും നിലപാടെടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അതിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നെ ഓരോ പ്രശ്നങ്ങളെയും അതിൻ്റെ അതേ ഗൗരവത്തിൽ നേരിടുക എന്നുള്ളതല്ല, അതേ ഗൗരവത്തിൽ കാണാനും അതാത് സമയത്ത് പരിഹരിച്ചു പോകുവാനുമാണ് ഞങ്ങൾ പരിശ്രമിക്കുക. മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടി ഒന്നിനെയും ഞങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഈ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫിഗർ ഇങ്ങനെ നിൽക്കുമ്പോൾ 21, 20, 12 എന്നുള്ള നിൽക്കുമ്പോഴും ഈ ഭരണം സംബന്ധിച്ച്, നഗരസഭാ ഭരണം സംബന്ധിച്ച് BJPയുടെ ഉറച്ച നിലപാട് എന്താണ്? BJP ഒരു അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ജനാഭിപ്രായം കണക്കിലെടുക്കുക എന്നുള്ളതാണ്. 3 സുതാര്യമായിട്ടുള്ളൊരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം പദ്ധതികൾ നടപ്പാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായം ലഭിക്കുമെന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അതെല്ലാം നേടിയെടുക്കുന്നതിനുള്ള പരിശ്രമങ്ങളുണ്ടാവും. അതിന് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. രാഷ്ട്രീയത്തിലുപരിയായിട്ട് തൃപ്പൂണിത്തുറയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള വലിയ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും നന്ദി. ഇനിയിപ്പോൾ മെമ്പർമാരെല്ലാം കാണാൻ പോവുകയാണ്, മറ്റു യോഗങ്ങളെല്ലാം ഉണ്ടല്ലേ ഇനി. അപ്പോൾ എന്തായാലും 10:30 കൂടിയാണ് ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷം 2 മണിയോടുകൂടി ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. 2 സ്ഥാനത്തേക്കും BJP ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെ നിർത്തിയിരിക്കുന്നു. അതിൽ വിജയം കൈവരിക്കുമെന്നും അതുപോലെ തന്നെ നഗരസഭ ഇന്നേ വരെ കാണാത്ത മികച്ച പ്രവർത്തനവും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും തുടർന്നുള്ള 5 വർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ജനാധിപത്യത്തിൻ്റെ ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും
വലിയ ഒറ്റകക്ഷിയായ BJP തന്നെ നഗരസഭ, തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുമെന്ന ഉറച്ച തീരുമാനം തന്നെയാണ് BJP എടുത്തിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അശ്വതി. ശരി മിഥുൻ, കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും തൃപ്പൂണിത്തുറ നമുക്കറിയാം ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. മാത്രമല്ല അവിടുത്തെ തനിമ അതേപടി നിലനിർത്തി അവിടെ വികസനം കൊണ്ടുവരുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്.